ഹലോ, വെൽക്കം ടു മൈ റൊട്ടീൻ. ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും കാണിക്കണില്ല കേട്ടോ. ഒന്ന് മുറ്റത്ത് ഒരല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാണ്. ഇത് ബുഷ് ഓറഞ്ചിൻ്റെ ഒരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ, 2-3-4 ഓറഞ്ചൊക്കെ ഉണ്ട്. അതിലിതാ ഒരു തരം പുഴുക്കൾ വന്നിട്ട് ഇലക്കെ നല്ലോണം തിന്നുന്നുണ്ട്. നല്ലോണം കായ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയി. ഈ ഒരു പുഴു കാരണമാണ് തോന്നുന്നത്. ഒച്ചിൻ്റെ പോലെ കേട്ടോ ഈ ഒരു പുഴുവിനെ കണ്ടാൽ. കൊച്ചിൻ്റെ ചെറിയ കുഞ്ഞു മക്കളുണ്ടാവില്ല, ഓരോ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെ ആയാലും അവർ ഈ ഇല നല്ലോണം കഴിക്കണുണ്ട്. കോഴിക്കളും താറാവുകളൊന്നും ഈ ഒരു ഇല തിന്നിട്ടുണ്ടായിരുന്നില്ല, ആടൊന്നും. പക്ഷേ ഈ ഒരു പുഴു വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഇല ഫുള്ളായിട്ട് തിന്ന് പോകുന്നുണ്ട്. ഇതിലിപ്പോൾ 4 ഓറഞ്ച് ഉണ്ട്. 3-4 ഓറഞ്ച് മക്കൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊഴുക്കണതിന് മുന്നേ തന്നെ അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊഴുത്തിട്ട് നല്ല മഞ്ഞ കളറായി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഉണ്ടായിട്ട് ഇതുവരെ പൊഴുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ആ പുഴു കാരണം കുറേ ഇലകൾ ചുരുണ്ട് നിൽക്കണമുണ്ട്. ഇതിൽ കുറച്ച് വളം ചേർത്ത് കൊടുക്കും വേണം. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയതാണ്. ആദ്യം ഞാനിതിൽ ചുരുണ്ട ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയാണ്. അതുപോലെ തന്നെ പിന്നെ പുഴു തിന്നിട്ടുള്ള ഇലകളും ഒന്ന് നുള്ളിക്കളയാണ്. അപ്പോൾ ഇലകളത്തെ കേടൊക്കെ തീർത്തിട്ടാണ് കേട്ടോ പിന്നെ വളം ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ നല്ലോണം കായും പൂവും ഉണ്ടാവും. ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കായും പൂവും ഇട്ടതായിരുന്നു. പക്ഷേ ഒരു പുഴു വന്ന കാരണമൊക്കെ കൊഴിഞ്ഞു പോയി, എന്താണെന്നറിയൂല. നല്ലോണം മരം കാണാത്ത രൂപത്തിൽ നല്ലോണം കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊഴിഞ്ഞു പോയതാണ്. അതിൽ ബാക്കിയായ നല്ല കായ കേട്ടോ കാണിക്കുന്നത്. 5-6 കായ ഉണ്ടായിരുന്നു, മക്കൾ പൊട്ടിച്ചെടുത്തതാണ്. ഇങ്ങനെ ഒരു പാക്കറ്റിൽ വരുന്ന വളമാണ് ഞാൻ തൈകളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇത് തൈകളൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ആ കട നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു. എല്ലും പൊടിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു തരം വളമാണിത്. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിന് നല്ലവണ്ണം മുരട്ടിലല്ലാണ്ട് 4 പുറം ചിക്കിയിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് തൈ വെക്കുമ്പോഴേ ഈ ഒരു പാക്കറ്റത്തെ വളവും ആട്ടുംകാട്ടവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു മണ്ണിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വളം നല്ലോണം കായ പിടിക്കും കേട്ടോ, നല്ലോണം കായം പൂവുണ്ടാവും എന്ത് തൈനിട്ട് കൊടുത്താലും. എന്നിട്ട് ഞാൻ ആ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുറം മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലോണം പൂക്കളൊക്കെ ഇടും കേട്ടോ, പൂവും കായായിട്ട് വരും. ഇത് കുറ്റിക്കുരുമുളകാണ് കേട്ടോ. ഇതിലൊരു തൈ നല്ലോണം വലിയ തൈ ആയിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് നിൽക്കുകയാണ്, അധികം വലുതായിട്ടില്ല. അപ്പോൾ അതിനും കുറച്ച് മണ്ണൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴയൊക്കെ അടുപ്പിച്ച് പെയ്തതുകൊണ്ട് അതിൻ്റെ മുരട്ടിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മണ്ണൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. വേരൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പെട്ടിയിൽ ഒരു കവുങ്ങിൻ്റെ തൈയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഒരു കവറിലാണ്. അത് ആവശ്യം പുറത്തേക്ക് പറിച്ച് വെക്കാനാകുന്ന ടൈമിൽ പറിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ വെച്ചതാണ്. അത് മോള് വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ വേറെ എവിടെയും കൊണ്ടുപോയി വെച്ചിട്ടില്ല. ആ ഒരു മണ്ണിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, കവറിലായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് കവർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ വേറെ അടിയിലേക്ക് പോകൽ തുടങ്ങിക്കണ്. അപ്പോൾ പിന്നെ ഇനി വേറെ ഇളക്കിയിട്ട് അതിന് തൈ വാട്ടം സംഭവിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. അവിടെ തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. വേര് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തൈ ആകെ ഉണങ്ങിപ്പോവും. അങ്ങനെ കുരുമുളകിനൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, മണ്ണ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ വളവും ചകിരിച്ചോറും ആട്ടുംകാട്ടും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. പിന്നെ എന്താ ചെടികളൊക്കെ ഇടയിൽ നിന്ന് ഇലകളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു മൂച്ചിൻ്റെ ചുവട്ടിലാണ് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ മൂച്ചിൻ്റെ ഇല മുഴുവനും ഈ ചെടിച്ചട്ടിയിലും ഈ മതിൽമലൊക്കെ ഉണ്ട്. പിന്നെ ചെടിയുടെ ഒക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇലയൊക്കെ പൊട്ടിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ മുറ്റടിക്കണതിൻ്റെ ഇടയിൽ അങ്ങനെ പൊട്ടിച്ച് പോകാറാണ്. ഇതിനായിട്ട് നിൽക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴാണോ നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോഴങ്ങനെ ചെയ്തു പോവും. അതിന്ന ടൈമൊന്നുമില്ല. നമ്മൾ എന്ത് പണിയാണ് ചെയ്യണത് അതിൻ്റെ ഇടയിൽ വരുന്ന ടൈമിൽ കാണുകയാണെങ്കിൽ ചെയ്യും. അധികം മുറ്റടിക്കുന്ന ടൈമിൽ തന്നെയാണ് ചെയ്യാറ്, അല്ലാണ്ട് ഇതിനായിട്ട് അങ്ങോട്ട് വന്ന് ചെയ്യാറൊന്നുമില്ല. ഇപ്പോഴും ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കേട്ടോ ഈ ചെയ്യണത്. ഒരു സൈഡ് മുറ്റടിച്ച് വരൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ബുഷ് ഓറഞ്ചിന് മണ്ണിട്ട് കൊടുക്കണം തോന്നിയതും വളമിട്ട് കൊടുക്കാനൊക്കെ തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്തതാണ്. ഇന്നത്തെ ഒരു വീഡിയോ ആവും ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ.
പിന്നെ ഇതാ ബാക്കി വന്ന വളം ഞാൻ ഒരു അമ്പഴങ്ങൻ്റെ തൈയുണ്ട് അതിനും കൂടെ ഇട്ട് കൊടുക്കണേ. സ്വീറ്റ് അമ്പഴം ഉണ്ട് കേട്ടോ, അതിൻ്റെ തൈയാണ്. ഇതുമലും 2 അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷം. പിന്നീട് പൂവൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കോഴിയോ താറാവോ എന്തൊക്കെയോ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പൂവും കായൊക്കെ വന്നിട്ട് നല്ലോണം കായൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ താറാവുകളൊന്നും കഴിക്കണ്ട വിചാരിച്ചിട്ട് താറാവുകൾ വരുന്ന ഭാഗമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.